മരണപ്പൊഴിയായി മാറിയിരിക്കുന്ന മുതലപ്പൊഴിയാണിത്. ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുവാനും തിരിച്ചു വരുവാനും അവർ നടത്തുന്ന വിശ്രമങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ജീവനും മരണത്തിനും ഇടയിലുള്ള ഒരു വലിയൊരു പോരാട്ടമാണ് നടക്കുന്നത്. ഇത് ഈ അശാസ്ത്രീയ നിർമ്മാണം മൂലം ഈ ഹാർബറിന് സംഭവിച്ച ഈ പുഴിമുഖത്തിന് സംഭവിച്ച അതിൻ്റെ ദുരന്ത ഫലമാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റുവാങ്ങുന്നത്. ഇത് ഈ മുതലപ്പൊഴിയിൽ മരണപ്പെട്ടിരിക്കുന്നത് ഏറ്റവും അധികം ഈ മുതലപ്പൊഴിക്ക് വടക്കോട്ടുള്ള മാമ്പള്ളി, അഞ്ചുതെങ്ങ്, അങ്ങ് വർക്കല വരെയുള്ള തീരത്തുള്ള ധീരന്മാരായ മത്സ്യത്തൊഴിലാളികളാണ്. അവർ നമ്മുടെ ഫിഷ് ബാങ്കിൽ, ഈ വർക്കല തൊട്ട് ഇങ്ങ് തെക്കോട്ട് കിടക്കുന്ന ഫിഷ് ബാങ്കിൽ പോയി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്നവരായിരുന്നു. മനോഹരമായ തീരമുണ്ടായിരുന്നു. അവരുടെ വള്ളങ്ങളൊക്കെ അവിടെ കയറ്റി വെക്കുകയും സുഖകരമായ ഒരു ജീവിതമായിരുന്നു. പക്ഷേ ഈ മുതലപ്പൊഴി വന്നതിന് ശേഷം അവരിപ്പോൾ ഒരു ദുരിതക്കയത്തിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് ബോട്ടും വള്ളങ്ങളുണ്ടായിരുന്ന, ഫൈബർ വള്ളം ഉണ്ടായിരുന്ന അഞ്ചുതെങ്ങ് സ്വദേശിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിങ്ങളുടെ ഈ കടൽ അനുഭവം എന്താണ് ഈ മുതലപ്പൊഴി വന്നതിന് ശേഷം? മുതലപ്പൊഴി വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മര്യാദയ്ക്ക് പഴയതുപോലെ ജോലി ചെയ്യാൻ പറ്റില്ല. കാര്യം മൊത്തം അപകട മേഖലയാണ്. പണ്ട് നമ്മൾ 20 വർഷം മുമ്പേ ഇതില്ലായിരുന്ന സമയത്ത് ഇതിൻ്റെ വടക്ക് സൈഡ് മൊത്തം തീരുമായിരുന്നു. അന്ന് നമ്മൾ ജോലി ചെയ്തിട്ട് ഇത്ര മരണങ്ങളുണ്ടായിട്ടില്ല. നമ്മളന്ന് ഇതിനേക്കാൾ വലിയ കടൽ മറികടന്നാണ് പോയിക്കൊണ്ടത്. അത് 1 ഇഞ്ചിനൊക്കെ ചെയ്യാൻ പോയത്. ഇന്ന് അതിനേക്കാൾ വലിയ ഇഞ്ചിനുകൾ വെച്ചിട്ട് ഇവിടെ മരണം സംഭവിക്കും. അതെന്തുകൊണ്ട് ഇപ്പം നമുക്ക് ഇതൊരു ഓപ്ഷൻ ഉള്ളു, വേറെ അപ്പുറത്ത് സ്ഥലമില്ല. ഓണമെങ്കിൽ ഉപജീവനമാർഗ ആൾക്കാർക്ക് ഇതേ ഉള്ളൂ. അപ്പം വിഴിഞ്ഞം ആധുനിക തുറമുഖം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ? അല്ല, അത് നമുക്ക് അത്രയും ദൂരം ഉണ്ടല്ലോ. നമുക്കൊരു ചിലവ് ഇപ്പം പണിക്ക് പോയി ഇത്രയും നഷ്ടം വെച്ച് വന്നിട്ട് ഈ ആട്ടോ കാശും നഷ്ടമാവും. ആ സ്ഥലത്ത് പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ അവന്മാരെ തെറിവിളിയാക്കണം. അല്ല, ഇതിന് ഇന്ധന ചാർജ് കൂടും അല്ലേ? ഈ ചിലവല്ലാതെ എക്സ്പെൻസ് അതും കൂടും. നമുക്കിപ്പോൾ ഇന്ന് 5000 രൂപ മുടക്കി എണ്ണ എടുത്ത് പോയി, പണിയൊന്നുമില്ല, 1000 രൂപയ്ക്കേ ഉള്ളൂ. ആട്ടോക്കാരൻ്റെ 2000 കൊടുക്കണം. ഈ ഉടമസ്ഥന് എത്ര നഷ്ടം വരും? ഞാൻ വള്ളം കൊണ്ട് കൊല്ലത്ത് പോയതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇത് മാത്രം, അല്ലാതെ മനസ്സിൽ ബുദ്ധിമുട്ട്. നമുക്ക് കിടക്കാൻ സ്ഥലമില്ല. തിരിച്ച് ഈ അഞ്ചുതെങ്ങ് തീരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ മുതലപ്പൊഴി വരുന്നതിന് മുൻപ് കൊല്ലത്തും അതുപോലെ വിഴിഞ്ഞത്തും ഒക്കെയാണ് ആശ്രയിച്ചിരുന്നത്. പിന്നെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഫിഷ് ലാൻഡിങ് സെൻ്ററുകൾ ലോക്കലായിട്ടുള്ള തീരങ്ങളിലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മുതലപ്പൊഴി അവരുടെ ഒരു വലിയ ആഗ്രഹവും ആവശ്യവുമായിരുന്നു. പക്ഷേ ഇത് ഉദ്യോഗസ്ഥ തലത്തിലും അല്ലെങ്കിൽ ഇത് വിഭാവന ചെയ്തതിനകത്തുള്ള പാളിച്ചയുമാണെന്നാണ് ഇവർ ചൂണ്ടിക്കാണുന്നത്. ഇവർ പറയുന്നത് ഇതിൻ്റെ ഈ മൗത്തിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ഇപ്പോഴിത് വർക്ക് ചെയ്തിരിക്കുന്നത് കറക്റ്റ് 2 ഓപ്പൺ ആയിരുന്നപ്പോൾ 110 മീറ്റർ ഉണ്ടായിരുന്നു. 110 മീറ്റർ മൗത്തുണ്ടായിരുന്നത് ഇപ്പോഴും മൗത്ത് വെറും 35 മീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ. അതുള്ളത് കൊണ്ട് ഇപ്പം പോകുന്നത് വടക്കുവശത്ത് നിന്ന് കടൽ വരുന്നത് ഇതിനകത്തേക്ക് വരികയും തിരിച്ച് പോകാനും വരുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു തിരയോടൊപ്പം വള്ളം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ അപകടങ്ങൾ ഇവിടെ പിന്നെ പതിവാകാൻ ചാൻസ് കൂടുതൽക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വീണ്ടും ലെങ്ത് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മുടെ തോന്നുന്നത്. ബാക്കിയുള്ള കാര്യം അദാനിയുടെ കപ്പലും ബാർജൊക്കെ ഇവിടെ അടുത്തിരുന്നല്ലോ. അതെവിടെയായിരുന്നു? അത് ആ സൈഡിലാണ്, തെക്ക് വശത്താണ്. ആ സൈഡിലായിരുന്നു. ആ സൈഡിൽ അവിടെ ഇളക്കിയതിന് ശേഷം അതുവരെ മണൽ ഇവിടെ കുടത്തില്ലായിരുന്നു. അവിടെ പോർട്ട് വന്ന സമയത്താണ് അവിടെ ഒരു കല്ല് ഷിപ്പിങ് ചെയ്യാനായിട്ട് കല്ല് ഇവിടെ എടുക്കുന്ന സമയത്ത് അവിടെ കുറേ കല്ല് മാറ്റിയിട്ടുണ്ടായി. കല്ല് മാറ്റി അതിന് ശേഷമാണ് ഇവിടെ മണൽ അടിഞ്ഞു കൂടാൻ തുടങ്ങിയത്. അത് പ്രശ്നമായെന്ന് വെച്ചാൽ അതിൻ്റെ 2 കപ്പൽ ഇവിടെ അടിച്ചു കയറ്റി ഇതാക്കി വെച്ചതിന് ശേഷമാണ് മണ്ണടിഞ്ഞു കൂടുകയും ചെയ്തത്. ഒരു വേറെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് റഫ് സീ സെല്ലിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി അങ്ങനെയുള്ള മാസങ്ങളിൽ കടൽ ശാന്തമായി റഫ് സീസണാണ്. അപ്പോൾ കടൽ ശാന്തമായിരിക്കും. ആ സമയത്ത് ഇവർ എല്ലാ വർഷവും ഇവർ ഡ്രഡ്ജ് ചെയ്യണം. അപ്പോൾ ഈ റഫ് സീ സെല്ലിൽ നമുക്ക് ഇത്രയും തിരയടിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ഡ്രഡ്ജിങ് നടക്കുന്നുണ്ടോ? ഡ്രഡ്ജിങ് നടക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ ആളുകൾ മരണപ്പെട്ടിട്ടും അതിന്റെ ഗൗരവത്തിൽ എടുക്കുന്നില്ല. ഉദ്യോഗസ്ഥരുടെ 80ഓളം ആൾക്കാർ മരിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് കടലിൽ പഠിക്കണമായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ പോകുന്നത്, ഞാൻ കൊല്ലത്താണ്. എനിക്ക് സേഫ്റ്റിയാണ് ഫസ്റ്റ്. അത് പോകാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ പോകുന്നു. കൊല്ലം തങ്കശ്ശേരി പോലൊരു ബ്രേക്ക് വാട്ടർ വേണം എന്നാണോ? അതുപോലെ സുരക്ഷിതമായി ഉണ്ടെങ്കിൽ നമുക്ക് പോയി വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പഴയ നമ്മൾ കടപ്പുറം നന്നായി നമ്മൾ ഇത് പൊളിച്ചളഞ്ഞാൽ. ഇവര്
പറയുന്നത് ഇവിടുത്തെ കടൽ തീരം മനോഹരമായ കടൽ തീരമായിരുന്നു. ഒരു കാലത്ത് വളരെ വിശാലമായ മണൽപ്പരപ്പുള്ള കടൽ തീരമായിരുന്നു. അത് ഈ മുതലപ്പുഴി വന്നതോടുകൂടി അത് പൂർണ്ണമായും കടലെടുത്തു. പൂർണ്ണമായും അതുപോലെ പിന്നെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് പട്ടി മരിച്ചാൽ പോലും ചോദിക്കാനാവുള്ളൂ, പക്ഷെ മനുഷ്യൻ മരിച്ചാൽ ചോദിക്കാനാവില്ല. ഇതിൻ്റെ ഉദാഹരണമാണ് ഈ മുതലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 80ഓളം പേര് മരിച്ചിട്ട് പോലും ഇതിന് ഒരു പുരോഗതി വരുത്താനായിട്ട് അവരാരും ശ്രമിക്കുന്നില്ല. അല്ല, ഇതിന്റെ വടക്കുവശം കടലെടുത്ത് തെക്കുവശം അങ്ങനെയാണ്. തെക്കുവശം കല്ലിട്ട് കഴിഞ്ഞാൽ അതിന്റെ വടക്കെല്ലാം എടുക്കും. കര വെക്കും. അപ്പൊ തന്നെ കര വെക്കും. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ അങ്ങ് നോക്കിയാൽ കഴിഞ്ഞാൽ നോക്കാം, ആ ശംഖുമുഖം എല്ലാം എടുക്കുന്നുണ്ട്. അത് അപ്പുറത്ത് കല്ല് വന്നുകൊണ്ടാണ്. അടിമലത്തുറ മനോഹരമായി കിടക്കും. അതിന്റെ അപ്പുറത്ത് കയറും. അപ്പൊ ഈ കാണുന്ന വെള്ളം, ഈ വലിയ എൻജിൻ വെള്ളം, ഈ ഇൻബോർഡ് വെള്ളം നമ്മൾ ഈ കാണുന്നത്, ഈ ഇൻബോർഡ് വെള്ളം അത് എങ്ങനെയാണ്? അത് തീരത്തേക്ക് വരത്തില്ലേ? അപ്പോൾ ഇവിടെ ഈ തീരം ഒരു മരണക്കെണിയായിട്ട് തന്നെ നിരവധി ടൂറിസ്റ്റുകളും നിരവധി ആളുകളും വന്ന് ദിനംപ്രതി വരുന്ന ഇവിടെ മനോഹരമായൊരു ഹാർബർ, അല്ലെങ്കിൽ മനോഹരമായൊരു ഫിഷിംഗ് ഹാർബറായിരുന്നു എല്ലാവരുടെയും സ്വപ്നം. പക്ഷേ അതിനെല്ലാം തകർത്തുകൊണ്ട് ഈ മൗത്തിൻ്റെ വീതിയും ഒക്കെ അവരുടെ ഭാവനയ്ക്ക് അപ്പുറത്തേക്ക് വളരെ ചുരുങ്ങി. ഈ വള്ളങ്ങളും ബോട്ടുകളും എല്ലാം ഇതിലേക്ക് കടന്നു വരണമെങ്കിൽ അവർ കടലിൻ്റെ അന്തരീക്ഷവും ആയിപ്പും അതുപോലെ തിരമാലകളുടെ രൗദ്രതയും ഒക്കെ നോക്കി ആ കിട്ടുന്ന നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇവർ തീരത്തേക്ക് വരുന്നത്. കടലിലും അഴിമുഖത്തും വള്ളങ്ങൾ കാത്തു കിടക്കുകയാണ്. കടലിൻ്റെ ഭാവം മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ കടലിൻ്റെ ഒഴുക്കും തിരമാലകളുടെ ശക്തിയും മാറുന്നതിനനുസരിച്ച് കടലിലേക്ക് കയറാനാണ് ഈ വള്ളങ്ങൾ ഇവിടെ കാത്തു കിടക്കുന്നത്. ഏത് സമയത്തും രൗദ്രമാകുന്ന കടലിൻ്റെ അന്തരീക്ഷം നോക്കി അത് അനുസരിച്ചാണ് ഇവർ കരയിലേക്ക് വരുന്നത്. കരയിലേക്ക് വരുമ്പോൾ ഇവിടെ തീരത്തും അവരെ കാത്ത് അവരുടെ കൂട്ടുവള്ളങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അവരെ കാത്തു കിടക്കും. അഥവാ എന്തെങ്കിലും അപകടം പിടഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ. ഈ ഒരു മരണക്കെണിയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെയും ഈ സമൂഹത്തെയും പിടിച്ചുയർത്താൻ എന്താണ് പോംവഴി? അത് മത്സ്യത്തൊഴിലാളികളുമായും കടലറിയുന്നവരുമായി ചർച്ച ചെയ്ത് ഈ അഴിമുഖം സുരക്ഷിതമാക്കുക എന്നത് മാത്രമാണ്